പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനം വിവാദമായിരിക്കെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നറിയിച്ച ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് രംഗത്ത്. പ്രതിപക്ഷ പാർട്ടികളുടെ ബഹിഷ്കരണം പട്നായിക്കിന്റെ ബിജെഡി തള്ളി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സർക്കാർ അപമാനിച്ചെന്നാരോപിച്ചാണ് പ്രതിപക്ഷം കൂട്ടത്തോടെ ചടങ്ങ് ബഹിഷ്കരിച്ചത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണ തീരുമാനത്തെ എതിർത്ത ബിജെഡി ചടങ്ങിൽ പങ്കെടുക്കുമെന്നും പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. രാജ്യത്തിന്റെ തലവനായ രാഷ്ട്രപതിയും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനമായ പാർലമെന്റും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീകങ്ങളാണ്. രാഷ്ട്രപതിക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാനുള്ള സമയമല്ലെന്നും പാർലമെന്റ് കൂടുമ്പോൾ വിഷയം ചർച്ച ചെയ്യാമെന്നും നവീൻ പട്നായിക്കിന്റെ പാർട്ടി വ്യക്തമാക്കി. ഒരു പാർട്ടിക്കും നേരിട്ട് പിന്തുണ നൽകാറില്ലെങ്കിലും ബിജെപിയുടെ പല തീരുമാനങ്ങളെയും ബിജെഡി ശരിവയ്ക്കാറുണ്ട്. അതേസമയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ മുന്നണിയുടെയും ഭാഗമാകില്ലെന്നും ബിജെഡി വ്യക്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് 20 പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനുള്ള തീരുമാനത്തെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിശേഷിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ ഉന്നത പദവിയെ അപമാനിക്കുകയും ഭരണഘടനയുടെ അന്തസ്സ് ലംഘിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അതേസമയം പ്രതിപക്ഷ ബഹിഷ്കരണത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. തങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചെന്നും പങ്കെടുക്കണോ വേണ്ടയോ എന്നത് അവരാണ് തീരുമാനിക്കേണ്ടതെന്നും അമിത്ഷാ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഡൽഹി.